ഇന്ന് രാവിലെ തൊട്ടേ മഴയായിരുന്നു. എനിക്കാണെങ്കിൽ പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അങ്ങനെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റിയത്. നല്ല ഭംഗിയുള്ള കുറേ പൂക്കൾ മുറ്റത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ നനഞ്ഞു നിന്നപ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചത് തന്നെ. മഴയില്ലാത്ത സമയങ്ങളിൽ പുറത്തങ്ങനെ ഇറങ്ങാറില്ല. മഴയുള്ള സമയത്താണോ പുറത്തിറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇന്ന് പുറത്തിറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. എനിക്കെപ്പോഴും കൂടുതലും പുറത്ത് പോകുന്നതിനേക്കാൾ കൂടുതലും ഇഷ്ടം എൻ്റെ വീട്, എൻ്റെ റൂം ഇങ്ങനെ ഇരിക്കാനാണ്. എന്നെപ്പോലെ അങ്ങനെയുള്ള കുറേ പേര് എന്ന് കരുതി ഇൻട്രോവേർട്ടൊന്നുമല്ല ഞാൻ, പക്ഷേ എന്തോ അതാണ് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ഞാൻ മഴയൊന്ന് തോന്നപ്പോൾ വൈകിട്ട് പോകാൻ റെഡിയായി. ഈ കാണിക്കുന്നത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നാണ് കേട്ടോ പോകുന്നത്. ഓട്ടോ വിളിച്ച് പോകാവുന്നതേ ഉള്ളൂ, പക്ഷേ നടക്കാൻ നേരം. ഹായ് ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് പോവുകയാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കമ്മലാട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോന്ന് നിങ്ങൾ പറ. പിന്നെ എനിക്കാണ്ട് ഈ പൂക്കളൊക്കെ കാണുന്നത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കും, പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ആയൂർ പള്ളി. ആയൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ പള്ളി കാണുന്നത്. ഇതിൻ്റെ തൊട്ട് പിറകുവശത്താണ് ചെറുപുഷ്പ സെൻട്രൽ സ്കൂളുള്ളത്. അങ്ങനെ നമ്മൾ ആയൂർ ജംഗ്ഷൻ എത്താറായി. ആയൂർ ജംഗ്ഷൻ. സത്യത്തിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, അതായത് എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെന്ന് കയറിയത് ATMിലായിരുന്നു. ആ ATMിൽ എന്തോ എനിക്ക് പൈസ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, എന്തോ പ്രശ്നം വന്നു. പിന്നെ ഞാൻ അടുത്തൊരു ATMിൽ പോയി അവിടെ നിന്ന് ഞാൻ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് ഞാൻ കടയിൽ പോയി. അപ്പോൾ എന്തോ ദൗർഭാഗ്യത്തിന് ഞാൻ പോയ കടകളിലെല്ലാം തന്നെ തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ചമ്മലുള്ളത് കൊണ്ട് ഈ ഫോണിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള മടിയുള്ളത് കൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പെട്ട പാട്, ഈ കൊച്ചുണ്ടല്ലോ, ഞാൻ ആ സൈഡിൽ പോകുമ്പോൾ ആ കുട്ടി ആ സൈഡ്, ഇപ്പുറ സൈഡിൽ പോകുമ്പോൾ എനിക്കൊന്ന് സൈഡ് തരുന്ന പോലും ഇല്ലായിരുന്നു. ഇതാണ് പാരാഗ് ഫാഷൻ. ഒരു എത്ര ഉള്ളൂ, ഭയങ്കര വിലയാണ്. ഇനി ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് രാവിലെ. ഇവിടെ ഇല്ലാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, നല്ല ടേസ്റ്റാണ്. ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞാനിങ്ങനെ പതുക്കെ വീട്ടിലോട്ട് പോവാം. എല്ലാം നടന്നാണ് പോയത്. പിന്നെ പുതിയ സൺസ്ക്രീനിൻ്റെ തോന്നുന്നു മുഖത്തൊരു ഗ്ലോയൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പതുക്കെ നടന്നു പോവാം. അപ്പോൾ എതിരെ 1-2 പേരൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ നാണക്കേടും ചമ്മലുമൊക്കെ ഒന്ന് കാണിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ ആകാശത്ത് നോക്കി, മാനത്ത് നോക്കി, തെങ്ങിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഒന്ന് മുട്ടത്തലേ മാമ എന്നെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഈ കൊച്ചെന്തോ ഈ കാണിക്കുന്നത് എന്നുള്ള രീതി. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് വരിക. കുഞ്ഞൊരു തേടി കേട്ടോ. അവിടെ നിന്ന് കയറാൻ ഭയങ്കര പാടാണ്, ശ്വാസം മുട്ടും. അങ്ങനെ ഞാൻ കിതയ്ക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ കാണേണ്ടത് എഴുതി ഞാൻ അത്രയും വെച്ച് നിർത്തി. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കമ്മൽ, കൊള്ളാമോ എന്ന് നിങ്ങൾ പറയട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.